അതെ അതെ, ശേഖരൻ നമ്പർ ആദ്യം ഒന്ന് മുട ഇറക്കി. മന്ത്രി മാധവൻ ഈടിനെ വിടുന്നു പറഞ്ഞപ്പോൾ ആളൊന്ന് പേടിച്ചു. ഇനിയിപ്പോൾ ലേലത്തിൽ അപ്പോൾ ലേലത്തിൽ സമ്മതിക്കാതിരിക്കാൻ പുള്ളിക്ക് പറ്റില്ലല്ലോ. പോളേട്ടൻ ഉണ്ണിയൊക്കെ അവിടെ പോയിട്ടുണ്ട്. ഞാൻ അവിടെ കാർത്തികനെ കാണാൻ വന്നാ. ഈ വാതിലൊക്കെ തുറന്നിട്ട് കാർത്തികനാണ് പോയി. കാർത്തികയോ, കാർത്തികേ. ശിവദാസോ, ആ നീ കക്കൂസില. കാർത്തികേയ, കാർത്തികയോ, കാർത്തികേ. സവാരി ഗിരിഗിരി. നീ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് പറ്റിയിരിക്കണേ. ടെൻഷൻ ടെൻഷൻ. ലേലോ അല്ലേ മോനെ. കാർത്തികേയ, കാർത്തികേ. ശിവദാസ, സവാരി ഗിരിഗിരി. നീ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് പറ്റിയിരിക്കണേ. ടെൻഷനാടോ ടെൻഷൻ. എന്ത് ടെൻഷൻ? ലേലോ അല്ലേ. പോളേട്ടൻ എന്തായോ ആവോ. ആ ഉണ്ണി, പോളേട്ടനൊന്ന് കൊടുത്തേ. ആ പോളേട്ടാ, കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? ആ കാർത്തികനോടെ ഉണ്ട്. ഇങ്ങനെ ഇതെന്തായി കാണിക്കണേ? കട്ട് കട്ട് കട്ട്. ആ അതോ ഓക്കെ അതോ. ഇയാൾ എന്തായി കാണിക്കുന്നേ? ശിവദാസ, എൻ്റെ സിഗരറ്റ് കാണുന്നില്ല. ഒരു സിഗരറ്റ് തരുമോ? ഓ സിഗരറ്റ്. അയ്യേ ബീഡിയോ. ഞാൻ ഡേവിഡ് ഓഫേ വലിക്കുള്ളൂ എന്ന് അറിയാലോ. ഓ ഡേവിഡ് ഓഫാ നീ വലിക്കൂ? കട്ട്. അത് കിട്ടും. അതല്ലേ ഒരു ശീലം. ഓ അവൻ്റെ ഒരു ശീലം. വെറുതെ വായിൽ വെച്ച് തുപ്പിക്കളയാനല്ലേ? ഇതൊക്കെ മതി. കട്ട്. അല്ലെങ്കിൽ തന്നെ നീ വില കൂടിയ സിഗരറ്റ് വാങ്ങിച്ച് മൊത്തം കാശും കളഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പം കാശിന് ആവശ്യമുള്ള സമയമാണ്. നിന്റെ തന്തയെ പോലെ നീയും ദൂർത്തടിച്ച് കളയല്ലേ. അവിടെ തെറ്റി. ചെലവ് ചുരുക്കണം, അല്ലാതെ തന്തയെ പോലെ ദൂർത്തടിച്ച് കളയല്ല വേണ്ടേ. ക്യാമറ നോക്കിയാ അങ്ങനെ പറയില്ല ശിവദാസ. ഒന്നില്ലെങ്കിലും നിന്റെ കയ്യിലെ പിച്ചാത്തി എടുത്തു മാറ്റി നിന്നെ ജീവിക്കാൻ പഠിപ്പിച്ച വലിയ മനുഷ്യനല്ലേ എൻ്റെ അച്ഛൻ നീലകണ്ഠൻ. ഉവ്വ, അതാ ശേഖരന് മുന്നിൽ ഞാൻ വലിയ വീരവാദം. ഉവ്വ, അത് ഞാൻ ആ ശേഖരന് മുന്നിൽ ചുമ്മാ പഞ്ച് ഡയലോഗ് പഠിച്ചതല്ലേ. കട്ട്. ഓക്കെ.